ആദ്യമായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. സൂപ്പർ ബ്യൂട്ടി ചലഞ്ചിലെ 12ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിന് ഞാൻ എല്ലാവരുടെ അടുത്തൊരു സോറി പറയുന്നു. കാരണം ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ വീഡിയോസ് ഇടുന്ന നമ്മുടെ പഴയ സമയം തെറ്റിപ്പോയിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പഴയ ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യൂ, ചേച്ചി ഇങ്ങനെ ടൈം തെറ്റി അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, പഴയ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചാനലിൽ കയറി നോക്കാറുണ്ട്, ഇപ്പോൾ സമയം മാറ്റിയ കാരണം ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ഒരു ദിവസം മാറ്റിയിട്ട് ഇന്നലെ വീഡിയോ ഇടാതെ ഇന്ന് മോർണിംഗ് തൊട്ട് ഇടാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി എന്നും നമ്മൾ പഴയ സമയത്ത് തന്നെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് സൂപ്പർ ബ്യൂട്ടി ഡേ 12 നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആപ്പിൾ സിഡർ വിനാഗിരി കൊണ്ടുള്ള 10 ബ്യൂട്ടി ഹാക്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനാഗിരി എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേർക്കൊക്കെ അറിയാം ആപ്പിൾ സിഡർ വിനാഗിരി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ കുറേ പേർക്കൊന്നും ആപ്പിൾ സിഡർ വിനാഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് എവിടെ നിന്ന് കിട്ടും, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ പറയുക, 1, 2, 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്പിൾ സിഡർ വിനാഗിരി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 50 ml ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു ആപ്പിളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന ആപ്പിളിലൊക്കെ മെഴുകൊക്കെയുള്ള ആപ്പിളാണ് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രം ആപ്പിൾ സിഡർ വിനാഗിരി ഉണ്ടാക്കാനായിട്ട് ആപ്പിൾ എടുക്കുക. ഒരു 30 മിനിറ്റ്സോളം നിങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ആപ്പിൾ സിഡർ വിനാഗിരി ഉണ്ടാക്കാനായിട്ടുള്ള ആപ്പിൾ എടുക്കുക. അത് ഇതുപോലെ നന്നായി എന്താ പറയുക, തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിൽ 1/3 ഭാഗം ആ പാത്രത്തിൽ അടിയിലായിട്ട് ഇതുപോലെ നിരത്തി വെക്കുക. ഇപ്പോൾ ഇത് ആപ്പിൾ സിഡർ വിനാഗിരി ഉണ്ടാക്കാനായിട്ട് കൂടുതലും നല്ലത് എന്ന് പറയുന്നത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ജാർ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തത്. ഈ പാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രമാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആപ്പിളിലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൽ 1/3 അടിഭാഗത്തായിട്ട് നിരത്തി വെക്കുക. അതിൻ്റെ മേലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള് പഞ്ചസാരയ്ക്ക് മേലെയായിട്ട് നിരത്തി കൊടുക്കണം. ഈ ആപ്പിൾ സിഡർ വിനാഗിരി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന ആപ്പിൾ സിഡർ വിനാഗിരിയിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആപ്പിൾ സിഡർ വിനാഗിരി നമുക്ക് ധൈര്യമായിട്ട്, ഇപ്പോൾ എന്താ പറയുക, സൗന്ദര്യ സംരക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും ഫുഡിൽ ചേർക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വീട്ടിലുണ്ടാക്കുന്ന ആപ്പിൾ സിഡർ വിനാഗിരി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വൈറ്റ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാലൻസ് ഉള്ള ആപ്പിൾ പീസസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ആപ്പിളിന് തൊട്ട് താഴെയായിട്ട് നിൽക്കണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം. അതാണ് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ആപ്പിളിന് മേലെയായിട്ട് വെള്ളം നിൽക്കരുത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കുക. ഒരു 3 വീക്സിന് ശേഷം വേണം നമ്മളിത് തുറക്കാനായിട്ട്.
അതിനുശേഷം നമുക്ക് ഇത് ഫുഡിലേക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ വൈറ്റ് വിനാഗിരി യൂസ് ചെയ്യുന്ന പോലെ തന്നെ അച്ചാറിലേക്കും അതുപോലെ ഫുഡിലേക്ക് വൈറ്റ് വിനാഗിരി യൂസ് ചെയ്യുന്ന എല്ലാത്തിലേക്കും നമുക്ക് ആപ്പിൾ സിഡർ വിനാഗിരി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്യൂട്ടിയുടെ ടിപ്സിനായിട്ട് നമുക്ക് ആപ്പിൾ സിഡർ വിനാഗിരി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. അപ്പൊ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ആപ്പിൾ സിഡർ വിനാഗിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നോക്കാം ആപ്പിൾ സിഡർ വിനാഗിരി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതുകൊണ്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടും ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി ആയിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഹെൽത്തിയിൽ അധികം എന്താന്നുള്ളത് ഞാൻ പിന്നൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്യൂട്ടി ഹാക്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം തന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിരി എന്ന് പറയുന്നത് നല്ലൊരു ടോണറാണ്. ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റതിന് ശേഷം നമുക്ക് ആപ്പിൾ സിഡർ വിനാഗിരി, എപ്പോഴും നിങ്ങൾ ആപ്പിൾ സിഡർ വിനാഗിരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എപ്പോൾ എന്ത് ഇതിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ടോണർ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആപ്പിൾ സിഡർ വിനാഗിരി വെച്ചിട്ടുള്ള ടോണർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആപ്പിൾ സിഡർ വിനാഗിരി വെച്ചിട്ടുള്ള ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് കണ്ടു. അപ്പോൾ ഈ ടോണർ നമുക്ക് ഫേസിൽ രാവിലെ തന്നെ ഫേസിൽ ഇത് വെച്ചിട്ട് നന്നായി ഒന്ന് ഫേസൊക്കെ നന്നായി തുടച്ചെടുക്കാം. ഇത് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആകാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ സൺ ടാൻ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡിസ്കളറേഷൻ ഒക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന പിമ്പിൾസ് പോകാനായിട്ട് ആപ്പിൾ സിഡർ വിനാഗിരി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ അതായത് 2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരിയിലേക്ക് 2 ടീസ്പൂണോളം വെള്ളം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ എടുക്കുക. കോട്ടണിൽ നന്നായി മുക്കിയതിന് ശേഷം എവിടെയാണോ പിമ്പിൾ ഉള്ളത്, ഒന്നില്ലെങ്കിൽ പിമ്പിൾ ഉള്ളിടത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പതുക്കേനെ ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മിക്സിൽ മുക്കിയതിന് ശേഷം ഇവിടെ ഈ കോട്ടൺ വെച്ചിട്ട് ഒരു ബാൻഡേഡ് ഒട്ടിക്കുക. നൈറ്റ് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫേസിലുള്ള പിമ്പിൾ എല്ലാം പോയിട്ടുണ്ടാകും. ഇതാണ് ആപ്പിൾ സിഡർ വിനാഗിരി വെച്ചിട്ടുള്ള രണ്ടാമത്തെ ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നമുക്ക് ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നെയിലെല്ലാം പൊട്ടിപ്പോകുക എന്നുള്ളത്. കാരണം കുറെ പേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും നഖം വളർത്തുക എന്നുള്ളത്. പക്ഷെ കുറെ പേർക്കും നഖം കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴേക്കും പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് എങ്ങനെ ആപ്പിൾ സിഡർ വിനാഗിരി ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ കൈ നന്നായി മുക്കി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്സോളം അതുപോലെ വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെയിലെല്ലാം നല്ല സ്ട്രോങ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അടുത്ത ബ്യൂട്ടി ഹാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെയിൽസിനൊക്കെ നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി ഒഴിക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ നന്നായി മുക്കി വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ നെയിലൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് ഉണ്ടാകും. ഇതാണ് 4ാമത്തെ ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത്. 5ാമത്തേത് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കാലുകളിൽ എന്താ പറയുക, ഷൂ ഒക്കെ റെഗുലർ ആയിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ കാലുകൾക്ക് ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ല് പോകാനായിട്ടും അതുപോലെ തന്നെ കാലിലെ നഖങ്ങൾക്ക് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി ഒഴിക്കുക. 2 കപ്പ് വെള്ളം ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാലുകൾ നന്നായി മുക്കി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഷൂ ഇട്ടിട്ടുള്ള സ്മെല്ല് പെട്ടെന്ന് പോകാനായിട്ടും അതുപോലെ കാലുകളിലെ നഖത്തിനൊക്കെ നല്ല ഷൈനിങ് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരു സ്പ്രേ ചെയ്യാനാണ് പോകുന്നത്. അതായത് സ്പ്രേ ബോട്ടിൽ എടുക്കുക. സ്പ്രേ ബോട്ടിലിൽ പകുതിയോളം വെള്ളം എടുക്കുക. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ എത്രത്തോളം വെള്ളമാണോ എടുത്തിരിക്കുന്നത് അത്രത്തോളം തന്നെ ആപ്പിൾ സിഡർ വിനാഗിരി മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയർ എല്ലാം നല്ല എന്താ പറയുക, നല്ല ഷൈനിങ് ഹെയർ ആയിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ മെത്തേഡ് എന്തായാലും ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബ്യൂട്ടി ഹാക്കാണത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്
ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ക്ലോറിൻ വാട്ടറിലും ഹാർഡ് വാട്ടറിലും കുളിക്കുമ്പോൾ മുടി കൊഴിയുക എന്നുള്ളത്. അങ്ങനെ മുടി കൊഴിയാതിരിക്കാനായിട്ട് ഞാൻ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് കിണർ വെള്ളം ആയാലും പറ്റുന്നുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നം എന്തുണ്ടെങ്കിലും, ഇപ്പൊ ഹെയർ ഡാമേജ് ആകുന്നതാണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റാനായിട്ട് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് 2 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി മിക്സ് ചെയ്തതിന് ശേഷം തല കഴുകുക. വെള്ളം കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഹെയർ ഡാമേജ് മാറാനായിട്ടും ഇപ്പൊ ക്ലോറിൻ വെള്ളവും അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ കൊണ്ട് കുളിക്കുമ്പോൾ മുടി കൊഴിയുന്നത് മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നതും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമുക്ക് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് പ്രത്യേകിച്ചും കാണുന്ന ഒന്നാണ് സ്പ്ലിറ്റ് എൻഡ്സ്. അപ്പോൾ അത്തരത്തിലുള്ള സ്പ്ലിറ്റ് എൻഡ്സ് പോകാനായിട്ട് നമ്മൾ 2 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി 1 കപ്പ് വെള്ളത്തിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. ആ വെള്ളത്തിലേക്ക് നമ്മുടെ മുടിയുടെ തുമ്പ് ഭാഗം കുറച്ച് നേരം മുക്കി പിടിക്കുക. ഒരു 50 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് മുടിയുടെ തുമ്പ് നന്നായി തോർത്തിയെടുക്കാം. ഇങ്ങനെ ഇടവിട്ട് ചെയ്യുന്നത് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സ്പ്ലിറ്റ് എൻഡ്സ് എല്ലാം ഇങ്ങനെ നിൽക്കുന്ന സ്പ്ലിറ്റ് എൻഡ്സ് ഒരിക്കലും ഇങ്ങനെ ആകാനായിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടും കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവര് മുടിയുടെ തുമ്പ് ട്രിം ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യുക. അതായത് ഇനി ഒരിക്കലും സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും വരില്ല. ഓക്കെ, അതാണ് അടുത്ത ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത്. അടുത്ത ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഉണ്ടാവുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പിന്റെ മണം എന്നുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് മാറാനായിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് 3 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി നന്നായി മിക്സ് ചെയ്യുക. ആ വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിയർപ്പ് മണമൊന്നും നമുക്ക് ഉണ്ടാകില്ല. അതാണ് അടുത്ത ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മുഖത്തുണ്ടാകുന്ന പിമ്പിളൊക്കെ പോയതിന് ശേഷം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ. അതേപോലെ കുറെ പേർക്കൊക്കെ ഓപ്പൺ പോസ് ഉണ്ടാകും. അങ്ങനെയുള്ള ഓപ്പൺ പോസ് പോകാനായിട്ടും ബ്ലാക്ക് മാർക്ക് പോകാനായിട്ടും 3 ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയിൽ 2 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി 1 ടീസ്പൂണോളം മിൽക്കും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഓപ്പൺ പോസ് ഉള്ളിടത്തും ബ്ലാക്ക് മാർക്ക് ഉള്ളിടത്തും, അതല്ലെങ്കിൽ ഫേസ് മൊത്തമായിട്ട് ഒരു പാക്ക് പോലെ ഇടുന്നത് ജസ്റ്റ് ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ ബ്ലാക്ക് മാർക്കും ഓപ്പൺ പോസും ഒക്കെ കളയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണത്. മുൾട്ടാണി മിട്ടി, ആപ്പിൾ സിഡർ വിനാഗിരിയും 1 ടീസ്പൂണോളം മിൽക്കോ അല്ലെങ്കിൽ ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം മിൽക്കിന് പകരമായിട്ട് ഈ പാക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആപ്പിൾ സിഡർ വിനാഗിരി വെച്ചിട്ടുള്ള ബ്യൂട്ടി ഹാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ സിഡർ വിനാഗിരി എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ആപ്പിൾ സിഡർ വിനാഗിരി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് ബ്യൂട്ടി ഹാക്സ് നിങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആപ്പിൾ സിഡർ വിനാഗിരി ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഓക്കെ, ബൈ, ഇറ്റ്സ് മീ ഗീതു.